ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോ ആണ്. അതിൻ്റെ ഇൻട്രോ ആട്ടോ ഇത്. ഇന്നത്തെ ഇൻട്രോ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം പുറത്ത് നല്ല വെയിലാണ്. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത്. കാരണം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കൊരു 3.8K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം എന്നെ ഈ ഒരു ജേണിയിൽ, ഈ ഒരു യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഒരുപാട് പേര് പല അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. മാക്സിമം എല്ലാ കമൻറ്റിനും എനിക്ക് സമയം കിട്ടുന്ന രീതിയിൽ ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളെല്ലാവരും ആ ഒരു സപ്പോർട്ട് എനിക്ക് തരുന്നുള്ളൊരു പ്രതീക്ഷയിലൂടെയാണ് ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ 108 പ്രധാന ശിവക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം നമ്മുടെ വയനാട് ജില്ലയിലെ തൃശ്ശിലേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. തൃശ്ശിലേരി ശ്രീ മഹാദേവ ക്ഷേത്രം പുരാതനമായൊരു ക്ഷേത്രമാണ്. നമുക്കിന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും കാണാം. നമ്മുടെ തിരുനെല്ലി ക്ഷേത്രമായിട്ടൊക്കെ ബന്ധമുള്ളൊരു ക്ഷേത്രം കൂടിയാണിത്. അപ്പം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും വാ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വയംഭൂ ശിവക്ഷേത്രമാണിത്. തിരുനെല്ലിയിൽ ബലിതർപ്പണത്തിന് പോകുന്നവർ ഇവിടെ വന്ന് മഹാദേവന്റെ ശിരസിൽ വിളക്ക് കത്തിച്ചിട്ട് വേണം ബലിതർപ്പണം നടത്താനെന്നാണ് ഐതിഹ്യം. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ നന്ദികേശ്വരന്റെ ഒരു പ്രതിഷ്ഠയാണ് കാണാൻ സാധിക്കുക. സാധാരണ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നന്ദികേശ്വരന്റെ പ്രതിഷ്ഠ ശ്രീകോവിലിനോട് ചേർന്നായിരിക്കും. നമ്മളപ്പോൾ നന്ദികേശ്വരനെ വണങ്ങിയിട്ട് ഇടത്തേക്ക് പോകുമ്പോഴാണ് ജലദുർഗയുടെ ഒരു പ്രതിഷ്ഠയുള്ള ശ്രീകോവിലുള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഒരു തെളിഞ്ഞൊരു കുളമുണ്ട്. നമുക്ക് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ അടിഭാഗം കാണാൻ സാധിക്കും. ഈ കുളത്തിൽ നിന്ന് ഒരു ശാലിലൂടെ വെള്ളം ഒഴുകിയിട്ടാണ് ജലദുർഗയുടെ ശ്രീകോവിലിന് ചുറ്റും വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. ഇത് ഏത് വേനൽക്കാലത്തും ഏത് മഴക്കാലത്തും ഈ ഒരേ ലെവലിൽ നിൽക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ജലം തിരുനെല്ലിയിലെ പാപനാശിനിയിൽ നിന്നുള്ള ജലമാണെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ജലദുർഗയെ വണങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇടത് സൈഡിലേക്കാണ് പോകേണ്ടത്. ആ പോകുന്ന വഴിക്ക് നമുക്ക് വിഘ്നേശ്വരർ പ്രതിഷ്ഠയുള്ള ഒരു കിണർ കാണാൻ സാധിക്കും. രുദ്രമണ്ഡ എന്നാണ് കിണറിനെ അറിയപ്പെടുന്നത്. സപ്തതീർത്ഥമാണ് ഈ ഒരു കിണറിലുള്ളതെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ കിണറിൽ ഒരു നിധി ഉണ്ടെന്നും ആ നിധി കാക്കാൻ വേണ്ടി മഹാദേവനാണ് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നന്ദികേശ്വരന്റെ പ്രതിഷ്ഠ പുറത്താണല്ലോ. അതിന് കാരണം അകത്ത് 2 ശ്രീകോവിലാണുള്ളത്. ഒരു ശ്രീകോവിൽ മഹാദേവന്റെയും അതിനു മുമ്പിലുള്ള ശ്രീകോവിൽ പാർവതീദേവിയുടെയും വിഘ്നേശ്വരന്റെയുമാണ്. വിഘ്നേശ്വരന്റെ ഒരു വിഗ്രഹവും അതിൻ്റെ സൈഡിലായിട്ട് പാർവതീദേവിയുടെ ഒരു പീഠവുമാണുള്ളത്. ആ പീഠത്തിലാണ് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളങ്ങനെ പ്രദക്ഷിണം നടത്തുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലായിട്ട് മറ്റൊരു കുളം കൂടെ കാണാൻ സാധിക്കും. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. അതിങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് പല രീതിയിലുള്ള വിഗ്രഹങ്ങൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ചുവരുകളിലെല്ലാമായിട്ട് നമ്മൾ ഈ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഇടത് സൈഡിൽ കാണുന്നതാണ് ഗോശാല കൃഷ്ണന്റെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിൽ. കൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അത് കഴിഞ്ഞ് മുന്നിൽ കാണുന്നതാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. ഇത് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ്. ഇതിന് മേൽക്കൂരയില്ല. വെയിലും മഴയെല്ലാം കൊണ്ടിട്ടാണ് ശാസ്താവ് അവിടെ ഇരിക്കുന്നത്. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ശാസ്താവ് ഇരിക്കുന്നത് ചിന്മുദ്രയിലാണ്. ഇവിടെ അങ്ങനെയല്ല. ജടാധാരിയായി സന്യാസം അനുഷ്ഠിക്കുന്ന ശാസ്താവിൻ്റെ രൂപത്തിലുള്ള ഒരു വിഗ്രഹമാണ് ഈ ഒരു ശ്രീകോവിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ തിരുനെല്ലിയിലെ പാപനാശിനിയിലാണല്ലോ ബലിതർപ്പണം നടത്താറ്. അതിനു മുമ്പായി തൃശ്ശിലേരിയിൽ വന്നിട്ട് മഹാദേവന്റെ ശിരസിൽ വിളക്ക് കൊളുത്തിയിട്ട് വേണം മഹാദേവന്റെ പാദത്തിൽ, അതായത് പാപനാശിനിയിലാണ് മഹാദേവന്റെ പാദം ഉള്ളതായിട്ട് കരുതപ്പെടുന്നത്, അവിടെ പോയിട്ട് ബലിതർപ്പണം നടത്തേണ്ടത് എന്നാണ് വിശ്വാസം. അങ്ങനെ നടത്തിയാലേ നമ്മൾ ചെയ്യുന്ന ആ ഒരു ബലിതർപ്പണത്തിന് മോക്ഷം ലഭിക്കൂ എന്നാണ് ഐതിഹ്യം. ഇവിടെ നിന്ന് നേരെ കാണുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിലും ഒരു വിഘ്നേശ്വര പ്രതിഷ്ഠയുണ്ട്. തിരുനെല്ലിയിലേക്ക് ബലിതർപ്പണത്തിന് പോകുന്നവർ ഈ ഒരു ക്ഷേത്രം കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഐതിഹ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ സ്വയംഭൂ ശിവക്ഷേത്രമാണ് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.